പഴയ UDFന്റെ ഭരണമായിരുന്നു പ്രളയമുണ്ടായ സമയത്തെങ്കിലോ, പഴയ UDF ഗവൺമെന്റ് ആയിരുന്നു മലയിടിച്ചിലിന്റെ സമയത്തെങ്കിലോ, പഴയ UDF ഗവൺമെന്റ് ആയിരുന്നു കോവിഡ് വന്നപ്പോഴെങ്കിലോ? ആളുകൾ ആലോചിക്കുന്നുണ്ട്. തമ്മിൽ തല്ലും ചേരിപ്പോരും തൊഴുത്തിൽ കുത്തും കാലുവാരലും അഴിമതിയും അട്ടിമറിയും തട്ടിപ്പുമായി നടക്കുന്ന ഒരു കൊള്ള സംഘത്തിന്റെ കയ്യിലാണ് കേരളത്തിന്റെ ഭരണമെങ്കിൽ ഈ നാട് തകർന്ന് ഛിന്നഭിന്നമായി പോകുമായിരുന്നില്ലേ? അവിടെയാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേകത. Virus cases like Nipah, Zika, they have been quite efficient. India's southern tourist state of Kerala. Kerala is one state that has developed its health infrastructure really well. Expert panel in Kerala. A nurse from Kerala. Today we're going to focus on Kerala. The best nurses that we learn from, actually, nurses from South India, from Kerala in particular. The government of Kerala. ശക്തിയുള്ള മുഖ്യമന്ത്രി, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന രാഷ്ട്രീയ തന്ത്രം, ആ ഇച്ഛാശക്തിയുടെ മുൻപിലാണ് കേരളം ധീരമായി മുൻപോട്ട് പോകുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ആയുസ്സറുതിക്ക് മുൻപ് VD സതീശനും കൂട്ടർക്കും ഇനി കേരള നിയമസഭാ മന്ദിരത്തിന്റെ അകത്തളങ്ങളിലേക്ക് മന്ത്രിപദത്തിന്റെ അകമ്പടിയോടെ കടന്നു വരാനാവില്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോ ലീഗിനെയും ജമാഅത്തിനെയും RSSനെയും പഴയ പോപ്പുലർ ഫ്രണ്ടിനെയും എല്ലാം കൂട്ടിച്ചേർത്ത് ഇടതുപക്ഷത്തിനെതിരെയാണെങ്കിൽ, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയാണെങ്കിൽ, CPIMനെതിരെയാണെങ്കിൽ, തെരുവിലൂടെ പോകുന്ന ഒരു പട്ടിയാണെങ്കിൽ ആ പട്ടിയെയും ഒപ്പം കൂട്ടാം എന്ന മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി.